ചൈനയിൽ ഏറെ പ്രചാരമുള്ള ഒരു വ്യവസായ രൂപമാണ് തവള കൃഷി. ഇവിടുത്തെ ഭക്ഷ്യ സംസ്കാരത്തിൽ തവള മാംസം ഒരുപാട് ആവശ്യകതയുള്ളതും വിഭവസമ്പന്നവുമായ ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ തന്നെ തവളകളെ കൃഷി ചെയ്യുന്നത് വലിയ തോതിൽ വരുമാനവും തൊഴിലും നൽകുന്ന വ്യവസായമായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ചൈനയിലെ തവള കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാം. എല്ലാവർക്കും ടെലസ്കോപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തവളകൾ ഭക്ഷ്യയോഗ്യമായതും അല്ലാത്തവയുമുണ്ട്. അതിൽ ഭക്ഷണത്തിനായി അമേരിക്കൻ ബുൾഫ്രോഗ് എന്ന ഇനത്തിൽപ്പെട്ട തവളകളെയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇവ വേഗത്തിൽ വളരുന്നവയും നല്ല മാംസം ലഭിക്കുന്നവയുമാണ്. പ്രതിരോധശേഷി കൊണ്ടും കൃഷിക്ക് അനുയോജ്യം ബുൾഫ്രോഗുകൾ തന്നെയാണ്. ഓപ്പൺ പോണ്ട് ഫാമിംഗ്, കൺട്രോൾഡ് എൻവയോൺമെന്റ് ഫാമിംഗ് എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് പ്രധാനമായും കർഷകർ തവള കൃഷി ചെയ്യുന്നത്. വലിയ കുളം പോലെ തുറസായ സ്ഥലങ്ങളിൽ വളർത്തുന്നതിനെയാണ് ഓപ്പൺ പോണ്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. കൺട്രോൾഡ് ഫാമിംഗിലാവട്ടെ ഇവയെ ഷെഡുകളിലോ ടാങ്കുകളിലോ ആണ് വളർത്തുന്നത്. ഇവിടെ താപനില, വെള്ളം, വെളിച്ചം, ഈർപ്പം എന്നിവ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്നു. പുഴുക്കൾ, ചീവീടുകൾ, ചിലതരം ലാർവകൾ എന്നിവയാണ് തവളകളുടെ പ്രധാന ഭക്ഷണം. എന്നാൽ വലിയ ഫാമുകളിൽ കൂടുതൽ തീറ്റ ആവശ്യമായി വരുന്നത് കൊണ്ട് തന്നെ അവിടങ്ങളിൽ ഫ്രോഗ് ഫീഡുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത്തരം ഫാമുകളിൽ ഒരു ദിവസം ടൺ കണക്കിന് ഫീഡ് ആവശ്യമായി വരും. ഇനി ഇങ്ങനെ വളർത്തുന്ന തവളകളെ ഇവർ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭക്ഷണത്തിനായി തന്നെയാണ് പ്രധാനമായും തവളകളെ ഉപയോഗിക്കുന്നത്. 4 മുതൽ 6 മാസം കൊണ്ടാണ് ഒരു തവള പൂർണ്ണ വളർച്ചയെത്തുന്നത്. അങ്ങനെ പാകമായവയെ റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും വിതരണം ചെയ്യുന്നു. പിന്നീട് ചൈനക്കാരുടെ ഇഷ്ടവിഭവങ്ങളായി അവരുടെ തീൻമേശകൾക്ക് മുൻപിൽ ഇവ എത്തുന്നു. ചില ചൈനീസ് ഔഷധങ്ങൾ നിർമ്മിക്കുവാനും തവളകളുടെ കാൽ, ത്വക്ക്, അസ്ഥികൾ മുതലായവ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മറ്റു ചിലർ ആരോഗ്യ സംരക്ഷണത്തിനായി തവളകളെ ഇട്ട് തിളപ്പിച്ച വെള്ളം വരെ കുടിക്കാറുണ്ട്. ചൈനയിൽ മാത്രം 1000-ലധികം തവള ഫാമുകളാണ് പ്രവർത്തിക്കുന്നത്. ദിവസം ആയിരക്കണക്കിന് തവളകളെയാണ് ഇത്തരം ഫാമുകളിൽ നിന്ന് വിപണിയിലേക്ക് എത്തിക്കുന്നത്. തവള കൃഷിയിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്ന വരുമാനം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതായത് ഒരു ചെറിയ ഫാമിൽ നിന്ന് പോലും മാസം 2 ലക്ഷം വരെ വരുമാനം ഉണ്ടാക്കുവാൻ കഴിയും. കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ലാഭം കൊയ്യുന്ന ഒരു ബിസിനസ്സായാണ് ഇതിനെ കണക്കാക്കുന്നത്. ചൈനയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കൃഷിയാണ് ഇതെന്ന് നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം. എന്നാൽ അങ്ങനെയല്ല. തവള മാംസം ഉപയോഗിക്കുന്ന തായ്വാൻ, സൗത്ത് കൊറിയ, ജപ്പാൻ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലും ഇവയ്ക്ക് വലിയ ഡിമാൻഡുണ്ട്. ഇവിടത്തെ പോലെ മാസം ലക്ഷങ്ങൾ വരുമാനമുണ്ടാക്കുന്ന ഫാമുകൾ അവിടങ്ങളിലുമുണ്ട്. മികച്ച വരുമാനം ലഭിക്കുന്നുവെങ്കിൽ കൂടി മറ്റേതൊരു കൃഷിയെപ്പോലെ ഇതിലും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് തവളകളെ ജലസ്രോതസ്സുകളിൽ വിടുമ്പോൾ അത് മറ്റ് പ്രാദേശിക ജലജീവികൾക്ക് ഭീഷണിയാകുമെന്നതാണ്. വളരെ അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്നവയാണ് അമേരിക്കൻ ബുൾഫ്രോഗുകൾ. ഇത് മറ്റ് ജീവികളെ ഇല്ലായ്മ ചെയ്യുന്നു. അതിനാൽ പല സംസ്ഥാനങ്ങളിലും സർക്കാർ നിയന്ത്രണത്തോടെയാണ് തവള കൃഷി ചെയ്തു വരുന്നത്. ഇന്ത്യയിൽ തവളകളെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചതാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇവയെ പിടികൂടുന്നതും വിൽപ്പന നടത്തുന്നതും കർശനമായി വിലക്കിയിട്ടുണ്ട്. തവളയെ സാധാരണ പേടിയും അറപ്പോടെയുമാണ് നമ്മൾ കാണുന്നതെങ്കിൽ അങ്ങ് ചൈനയിൽ അതൊരു വമ്പൻ വരുമാന മാർഗമാണ്. എങ്കിലും വ്യാപാര ബുദ്ധി മാത്രമല്ല, മറിച്ച് തന്മൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാവേണ്ടതുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.